ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 5-6 ദിവസത്തെ ലീവിനൊക്കെ ശേഷം ഇന്ന് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോവുകയാണ്. രാവിലെ തന്നെ ഒരു സിനിമയൊക്കെ കണ്ടു. അൻവിയും നമ്മളും കൂടെ സിനിമ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് പോകുന്നതുകൊണ്ട് ബിരിയാണിയാണ് അമ്മ ഉണ്ടാക്കിയത്. പിന്നെ നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കി തന്നു. സാധാരണ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷെ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു നെയ്യപ്പം ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നെയ്യപ്പം ഉണ്ടാക്കുന്നതൊക്കെ നോക്കി, നെയ്യപ്പത്തിൻ്റെ ഭംഗിയും ടേസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് ഇനി എപ്പോഴാണ് വരാമെന്നൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഇറങ്ങി. അച്ഛൻ്റെ ഓട്ടോയിലാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോയത്. വീട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 6 മണിക്ക് ശേഷം ഇറങ്ങിയത്. ഭാഗ്യത്തിന് ആ നേരത്ത് മാത്രം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. അല്ലെങ്കിൽ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് വടകരയിൽ അപ്പം നമുക്ക് ലേറ്റ് ആവുമായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അങ്ങനെ സ്റ്റേഷൻ എത്തി. അങ്ങനെ ഇതാണ് നമ്മുടെ നവീകരിച്ച വടകര സ്റ്റേഷൻ. അങ്ങനെ നവീകരിച്ച വടകര സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ അപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്തായാലും സ്റ്റേഷനിലെത്തി. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഇറക്കി വിട്ട് അച്ഛൻ ടാറ്റയും പറഞ്ഞ് പോയി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ട്രെയിനൊക്കെ നോക്കി, പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, അതിലാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി, ട്രെയിൻ എടുത്തു. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉച്ചത്തെ ബിരിയാണി തന്നെ വളരെ വൃത്തിയായി വാട്ടിയ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും അപ്പർ ബർത്ത് ആയതുകൊണ്ട് നമ്മൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ തവണയും നാട്ടിൽ നിന്ന് പോകുന്നു ഒരു കൊച്ചു വിഷമത്തോടു കൂടിയാണ് നമ്മൾ എപ്പോഴും പോവുക. ഇനി അടുത്ത വട്ടം വരുന്നത് ആലോചിച്ച് അങ്ങനെ നമ്മൾ ഉറങ്ങി.